ഹലോ നമസ്കാരമുണ്ട്. എ ടു സെഡ് ബഫൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പെരുമ്പിലാവ് ചന്തയിൽ തന്നെ പശുക്കളുടെയൊക്കെ വീഡിയോ ആണ്. നല്ല നല്ല പശുക്കൾ, നല്ല അടിപൊളി ബ്രീഡ് പശുക്കളൊക്കെ വന്നിട്ടുണ്ട് ഇന്ന് ചന്തയിൽ. അതുപോലെ തന്നെ കുത്തിവയ്ക്കാറായ നല്ല കുത്തിവയ്ക്കാറായ നല്ല നല്ല പൈക്കളൊക്കെ വന്നിട്ടുണ്ട്. നല്ല മൂത്തറവ് പൈക്കളൊക്കെ ഉണ്ട്. ഒരു 5-6 പ്രസവമൊക്കെ കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെ നല്ല നല്ല പശുക്കളും കുത്തിവയ്ക്കാറായ പൈൻകുട്ടികളൊക്കെ ഒന്ന് ചന്തയിൽ ഇഷ്ടംമാതിരി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അതേ പൈൻകുട്ടികളെ കച്ചവടമായിട്ട് കൊണ്ടുകൊണ്ട് അങ്ങനത്തെ നല്ല നല്ല പൈൻകുട്ടികളൊക്കെ ചന്തയിൽ എല്ലാ ആഴ്ചയും വരുന്നുണ്ട്. വളർത്താൻ പറ്റിയ ഒരു വയസ്സൊക്കെ അത് 1 വയസ്സ് 1.5 വയസ്സായി കുത്തിവയ്ക്കാറായതൊക്കെ ഉണ്ട്. എന്നിട്ട് ഇതുപോലത്തെ നല്ല ചെനപ്പൈക്കളും വരുന്നുണ്ട് ചന്തയിൽ. അതുപോലെ ഒരു 6-7 ലിറ്റർ പാൽ കിട്ടുന്ന ചെറിയ ടൈപ്പ് പൈക്കളൊക്കെ ഇഷ്ടംമാതിരി വന്നിട്ടുണ്ട്. ഇതൊരു ഗിറിൻ്റെ ക്രോസ് പൈ, നല്ലൊരു പയ്യാണ്, കറവുണ്ടെന്നാണ് പറഞ്ഞത്. നല്ലൊരു അടിപൊളി പൈ. 52,000 ആൾ വില പറഞ്ഞിട്ട്, 52,000 രൂപ. അതുപോലെ സഹിവാൾ ക്രോസ് നല്ല നല്ല ഫാമുകളിൽ നിന്നൊക്കെ നിന്നിട്ടുള്ള പൈക്കളൊക്കെ കണ്ട, ഇതൊക്കെ 50-60 ആ റേറ്റൊക്കെയാണ് പറയണത്. അതൊരു ലാസ്റ്റ് ഒരു 40-45 രൂപ കിട്ടും. വേണ്ട അതുപോലെ കുത്തിവയ്ക്കാറായ നല്ല നല്ല പൈക്കൾ 1.5 വയസ്സൊക്കെ ആയ ഈ പയ്യരൊക്കെ ഉണ്ട്, നല്ല അടിപൊളി പൈക്കൾ. ഇങ്ങനത്തെ പൈക്കളൊക്കെ 10-30 രൂപ 35 രൂപ റേഞ്ചൊക്കെ ഉണ്ട് പറയണേ. അത് മേടിച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അടുത്ത പുളയിൽ കുത്തി വെച്ച് കഴിഞ്ഞാൽ ഒരു കൊല്ലം കൂടി നോക്കി കഴിഞ്ഞാൽ നല്ല രീതിക്ക് നല്ല വിലയിൽ പോവും. ഇതേ സഹിവാളിൻ്റെ ക്രോസ് ഇങ്ങനത്തെ പൈക്കളൊക്കെ ഇഷ്ടംമാതിരി വരുന്നുണ്ട് കേട്ടോ ചന്തയിൽ. അപ്പോൾ ചെറുകിട പൈക്കളായാലും നല്ല നല്ല പൈക്കളായാലും കടിഞ്ഞൂല് പൈൻകുട്ടികളൊക്കെ ആയാലും നോക്കേണ്ടവർ നേരെ ചന്തയിൽ പോലെ അവരെ നേരത്തെ വരണം കേട്ടോ. നല്ല പൈൻകുട്ടികളെ കിട്ടണമെങ്കിൽ, പൈക്കളൊക്കെ കിട്ടണമെങ്കിൽ നേരത്തെ വരണം, അല്ലെങ്കിൽ അതൊക്കെ കച്ചവടമായി പോവും. ഇവിടെ കുറച്ച് മൂരിക്കുട്ടന്മാർ ഇതാണ്ട്, അത് അത്യാവശ്യം പ്രായമുള്ള പയ്യാണ്, നല്ലൊരു ആരോഗ്യമുള്ള വലിയൊരു പൈ. 58 ആണ് വില പറഞ്ഞിട്ട്, 58,000 രൂപ. ഇതൊക്കെ ചെറിയ ചെറിയ പൈക്കൾ, ഇതൊക്കെ ഒരു കുത്തിക്കയറിയ പയ്യാണ് കേട്ടോ, നല്ലൊരു പൈൻകുട്ടി. ഇങ്ങനത്തെ പൈൻകുട്ടികൾ ഇഷ്ടംമാതിരി ഇന്ന് വന്നിട്ട് ചന്തയിൽ. കുറച്ച് നേരത്തെ വരണം, നേരം വിളിക്കണ ടൈമിൽ. അപ്പോൾ നല്ല നല്ല പൈൻകുട്ടികളൊക്കെ കിട്ടും. നല്ല നല്ല മൂരിക്കുട്ടികൾ. ഇതൊക്കെ മീറ്റിൻ്റെ ആവശ്യത്തിന് പോണ 6 മാസം 7 മാസം 8 മാസമൊക്കെ പ്രായമായ മൂരിക്കുട്ടികളാണ്. അതുപോലെ ഈ സെക്ഷനിലും നല്ല നല്ല പൈക്കുട്ടികളും കുത്തിക്കയറ പൈക്കുട്ടികളും അതുപോലെ തന്നെ കറവ പൈക്കളൊക്കെ ഉണ്ട് ഈ സെക്ഷനിൽ. ഇത് ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാളകളൊക്കെ നിൽക്കണതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഈ പൈക്കളൊക്കെ നിൽക്കണേ. അതാ നിൽക്കുന്ന സെക്ഷൻ കണ്ട, നല്ല നല്ല പൈക്കൾ മുട്ടപ്പൈക്കളും ഒക്കെ ഉണ്ട്. ഈ ഭാഗത്തൊക്കെ കുത്തിക്കയറിയ പൈൻകുട്ടിയുണ്ട്, നല്ല പൈൻകുട്ടി. അതെങ്ങനെ പൈലൊരു 10, 25, 28 രൂപ റേഞ്ചിൽ കിട്ടും കേട്ടോ. അങ്ങനത്തെ പൈൻകുട്ടികളാണ് ഈ നിൽക്കുന്നതൊക്കെ 1 വയസ്സ് 1.5 വയസ്സായി കുത്തിക്കയറായത്. ഇങ്ങനത്തെയൊക്കെ പൈൻകുട്ടികളെ മേടിച്ച് നോക്കാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ ചന്തയിൽ വന്നാൽ കിട്ടും. ഇതുപോലെ കാങ്കേയത്തിൻ്റെയൊക്കെ മൂരിക്കുട്ടികൾ, നാടൻ പശുക്കൾ, മൂരിക്കുട്ടികളൊക്കെ ഇഷ്ടംമാതിരി കേട്ടോ. മൂരിക്കുട്ടികൾക്ക് വേറെ സെക്ഷൻ തന്നെ ഉണ്ട്. നല്ല ഗിറിൻ്റെ ഓങ്കോളിൻ്റെയൊക്കെ ക്രോസ് കുട്ടികളൊക്കെ ഉണ്ട്. അതുപോലെ മൂത്തറവ് പൈക്കൾ, അതുകൊണ്ട് നല്ല നല്ല കൂറ്റൻ കാളകൾ, തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന കാളകൾ, 45-50 രൂപ വിലയൊക്കെ പറയുന്ന കാളകൾ, നല്ല മൂരിക്കുട്ടികൾ. ഈ സെക്ഷനിലൊക്കെ അങ്ങനത്തെ കാങ്കേയത്തിൻ്റെയൊക്കെ ക്രോസ് കുട്ടികളൊക്കെയാണ് മൂരികൾ. കൂറ്റന്മാർ ഇഷ്ടംമാതിരി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല നല്ല രീതിക്ക് മീറ്റ് കയറിയിട്ടുള്ള കൂറ്റന്മാർ പൈൻകുട്ടികളുണ്ട്. നല്ല പൈൻകുട്ടികൾ, നാടൻ കുട്ടികളും നല്ല വളർത്താൻ പറ്റിയത് ഈ സെക്ഷനിലൊക്കെ നല്ല നല്ല പൈൻകുട്ടികൾ. കുത്തിവയ്ക്കാറായ ഇത് കണ്ട, അതൊക്കെ കറക്റ്റ് ഹീറ്റ് സമയം. അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുത്തിവയ്ക്കുക. ഇതെവിടെ ഉണ്ട് കാളകൾ, 2 കൂറ്റന്മാർ. അതുപോലെ കാങ്കേയത്തിൻ്റെ നല്ലൊരു അടിപൊളി കാള നിൽക്കുന്നുണ്ട് കേട്ടോ, ബ്ലാക്ക് കളർ, നല്ല രസമുണ്ട് കാണാൻ. ഇതൊക്കെ അത്യാവശ്യം പ്രായമുള്ള പൈക്കളാണ്, കട്ടിങ്ങിനൊക്കെ പോണതാണ്. ഇതിൽ നല്ലതൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ ഇതുപോലത്തെ പൈക്കളൊക്കെ ഒരു 5-4 ലിറ്ററൊക്കെ ഒരു നേരം കിട്ടണ പൈക്കളൊക്കെ ഇഷ്ടംമാതിരി വന്നിട്ടുണ്ട് ചന്തയിൽ നിന്ന്. ഈ കൂട്ടത്തിൽ നല്ലൊരു കാള നിൽക്കുന്നുണ്ട് കേട്ടോ. അതൊരു പാടത്തൊക്കെ പൂട്ട് മത്സരങ്ങളൊക്കെ കാളപ്പൂട്ടിനൊക്കെ ഉപയോഗിക്കുന്ന കാളയാണ്. അതുകൊണ്ട് നമ്മൾ നേരത്തെ കാണിച്ച പൈക്കൾ, നല്ല ക്വാളിറ്റിയുള്ള പൈക്കൾ. അത് പ്രസവം ഒരു 3 പ്രസവം 4 പ്രസവം കഴിഞ്ഞ ടൈപ്പ് ഫാമിൽ നിന്നൊക്കെ ഒഴിവാക്കണം, നല്ല അടിപൊളി പൈക്കൾ.
ഇതൊക്കെ കുറച്ചുകൂടി നേരത്തെ വന്നാലേ കിട്ടുള്ളൂ കേട്ടോ. അത് നേരം വൈകി കഴിഞ്ഞാൽ അപ്പോഴേക്കും കച്ചവടമായി പോവും. ഇങ്ങനത്തെ നല്ല ബൈക്കുകളൊക്കെ അധികം നേരം നിൽക്കില്ല ചന്തയിൽ, അപ്പോഴേക്കും കച്ചവടമായി പോവും. പിന്നെ ഇങ്ങനത്തെ ഈ ടൈപ്പ് ബൈക്കുകളൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട്. 2, 3, 4 ലിറ്ററൊക്കെ പാല് കിട്ടുന്ന ചെറിയ തമിഴ്നാടിൽ നിന്നൊക്കെ വരുന്ന ബൈക്കുകൾ, നല്ല പ്രായമുള്ള ബൈക്കുകൾ ഉണ്ട്. അതൊക്കെ നല്ല കടിഞ്ഞൂല് പൈൻകുട്ടികളാണ് ഈ 2 ഒരു നാടൻ പശു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല പൈക്കൾ ചെനയുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. മടിയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ വരികയാണെങ്കിൽ പരമാവധി പുലർച്ചയ്ക്ക് വരികയാണെങ്കിൽ അത്രയും നല്ലതിന് സാധനങ്ങൾ കിട്ടും. ഇത് നല്ലൊരു പൈൻകുട്ടി കടിഞ്ഞൂല്. അപ്പോൾ ഇങ്ങനത്തെ പൈക്കളൊക്കെ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പോരെ, തൃശ്ശൂർ ഒറ്റപ്പിലാവ് എന്ന സ്ഥലത്താണ് പെരുമ്പിലാവ് ചന്ത സ്ഥിതി ചെയ്യണേ. ഇഷ്ടംമാതിരി കന്നുകളുണ്ടോ. പോത്തുകളായാലും പശുക്കളായാലും പൈൻകുട്ടികളായാലും മൂരിക്കുട്ടികളായാലും പോത്തുകുട്ടികളായാലും അത്ര പേരുത്ത് കന്നുകളുണ്ട് ചന്തയിൽ. അത് നമുക്ക് നേരിട്ട് വന്നാൽ തന്നെ മനസ്സിലാവുള്ളൂ. പരമാവധി നേരത്തെ വരിക, നല്ല സാധനങ്ങളെ വില പേശി നമ്മൾ ഉദ്ദേശിച്ച വിലയ്ക്ക് മേടിച്ചുകൊണ്ട് പോയതാണ്ട. ഇതൊക്കെ നേരത്തെ വന്ന് കച്ചവടമായ വലിയ നല്ല അടിപൊളി പൈക്കൾ. ഒരു നാടൻ പയ്യാണ്. ഇങ്ങനത്തെ പൈക്കളും നാടൻ പൈക്കളും വെച്ചൂര് പശു ഒക്കെ ഉണ്ട്. എല്ലാ ടൈപ്പ് പൈക്കളും ഉണ്ട് ചന്തയിൽ. അപ്പോൾ ഇങ്ങനത്തെ പൈക്കളൊക്കെ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോരെ. വേണ്ട പൈൻകുട്ടി, നല്ലൊരു കുത്തിവയ്ക്കാറ അടിപൊളി പൈൻകുട്ടി കേട്ടോ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ പൈക്കുട്ടികളൊക്കെ അതായത് ഓരോരുത്തർ ചെനയുണ്ടെന്നുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റിന് ചെനയുണ്ടെന്നുണ്ട്. മറ്റേ പൈൻകുട്ടിയൊക്കെ കൊണ്ട് കുത്തി വെച്ചിട്ടുണ്ടല്ലോ, ഒരു 8-9 മാസം പ്രസവിക്കുന്നതിന് മുന്നേ കൊടുത്താലും നമ്മുടെ കയ്യിൽ നല്ലൊരു കാശിരിക്കും. ഇവിടെയൊക്കെ നല്ല നല്ല പൈക്കളുണ്ട് ചന്തയിൽ നിന്ന്. ഇപ്പോൾ പെരുമ്പലാവ് ചന്തയിലൊക്കെ ഇപ്പോഴല്ല, കുറേ നാളായി. പക്ഷെ നല്ല നല്ല പൈങ്കളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ചെറുകിട പാർട്ടിക്കാർക്കൊക്കെ മേടിച്ചെടുത്താൻ പറ്റിയ പൈക്കൾ കണ്ട, ഇതുപോലത്തെ നല്ല ആരോഗ്യമുള്ള പൈക്കൾ. ഒരു 3-4 പ്രസവം കഴിഞ്ഞാലും നല്ല ആരോഗ്യമുള്ള പൈക്കളാണെങ്കിലും നമ്മുടെ ഒരു കയ്യിലൊരു 2-3 പ്രസവം നിർത്താൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ പൈക്കളൊക്കെ നോക്കി മേടിക്കുക. വലിയ കേടുപാടുകളൊന്നും ഇല്ലാത്ത പൈക്കളെ. വേണ്ടതൊക്കെ ചെറിയ പൈക്കൾ കേട്ടോ. ചെറിയ പൈക്കൾ കുറേ ഉണ്ട്. ചെറിയ പൈരാകുമ്പോൾ എന്നുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ വിലയ്ക്ക് കിട്ടും. സംഭവം 8 ലിറ്ററൊക്കെ പ്രസവിക്കുമ്പോൾ പാലുണ്ടാവും. പക്ഷെ അതിനല്ല വില, ഒരു മേനി വിലയാണ്. അപ്പോൾ ഒരു 10, 30, 35 രൂപ റേഞ്ചിൽ പൈക്കളെ കിട്ടും, കറക്കണ പൈക്കൾ. അത് ചിലപ്പോൾ ചെനയുള്ളതുണ്ടാവും. അതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കും. അപ്പോൾ വേണ്ട ഇതൊക്കെ ആ ചെറിയ പൈക്കുണ്ട്, ബ്ലാക്ക് പൈ. അതിനൊക്കെ ശരിക്കും പറഞ്ഞൊരു 7 ലിറ്ററൊക്കെ പ്രസവിക്കുമ്പോൾ എങ്ങനെ പോയാലും കിട്ടും. പക്ഷെ ആ പൈ വിറ്റ് പോണത് 32, 33 ആ റേഞ്ചിലാണ് ചന്തയിൽ വിറ്റ് പോണത്. അത് ചെനയുണ്ടെന്നുണ്ട്, അതവർ പറയുന്നതാണ്. നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ അതൊക്കെ നമ്മുടെ ലെക്കാണ്. അതൊക്കെ നല്ലതാണ്. അത് ഈ ഭാഗത്തൊക്കെ മേടിച്ചിട്ടിട്ടുണ്ട്. അതൊക്കെ നേരത്തെ കച്ചവടം കഴിഞ്ഞ പൈക്കളാണ്ടാ. ഇവിടെ ഒരു ഗിറിൻ്റെ ക്രോസ് ഒരു പൈ. ഇതൊക്കെ രാവിലെ നേരത്തെ തന്നെ കച്ചവടമായി. അപ്പോൾ ഇങ്ങനത്തെ പൈക്കളൊക്കെ ഇഷ്ടംമാതിരി ചന്തയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പറ്റങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മൂരിക്കുട്ടികളെ വേണ്ട, അതൊക്കെ മീറ്റിൻ്റെ ആവശ്യത്തിന് പോണതാണ്. നല്ല മുഴപ്പൈക്കൾ, വെച്ചൂര് പൈക്കളൊക്കെ ഉണ്ട്. ഇതൊരു വലിയ പയ്യാണത്. അതുപോലത്തെ പൈക്കളൊക്കെ കച്ചവടമായി പോണു. അപ്പോൾ ഇങ്ങനത്തെ പൈക്കളൊക്കെ ആവശ്യമുള്ളവർ നേരെ പെരുമ്പിലാവ് ചന്തയ്ക്ക് പോരെ. അപ്പോൾ പെരുമ്പിലാവ് ചന്തത്തെ പശുക്കളുടെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ലാലൂർ ചന്തത്തെ വീഡിയോ ആണ്. അപ്പോൾ ലാലൂർ ചന്തത്തെ വിശേഷങ്ങളായിട്ട് വരാം. ഓക്കേ.